ഹായ് എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ പുതിയൊരു സ്വാഗതം. 2025 മോഡൽ മാരുതിയുടെ ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള വാഹനം എർട്ടിഗയുടെ ബേസ് LXI വരുന്നുണ്ട്. ഈ വണ്ടിയിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്, എത്രയാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എർട്ടിഗ ബേസ് LXI വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ എർട്ടിഗ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് VXI വേണ്ടി തന്നെ എടുക്കാം. എർട്ടിഗയിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് എർട്ടിഗയിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം തന്നെ കാണാം. നമുക്ക് പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫുൾ ഹാലജൻ ആണ്. താഴത്തെ കൂടെ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല, നമുക്ക് ആക്സസറൈഡ് ചെയ്യാം. 185 mm ആണ് എർട്ടിഗയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് ആംഗിളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. VXI വേണ്ടിലൊരു ക്രോം ഫിനിഷ് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് കാണാനായിട്ട് പറ്റും. 185/70 59 ടയർ സൈസ്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബേസ് വേണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ്, മിറേഴ്സും ബ്ലാക്ക് ഫിനിഷിൽ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. റൂഫ് റെയിൽസ് അങ്ങനെ തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. നമുക്ക് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമാണ് എർട്ടിഗ. നമുക്ക് ഈ ക്വാർട്ടർ ഗ്ലാസ്സിന് മനസ്സിലാവും, നമുക്ക് ഒരു 10 cm ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ബാക്കിലേക്ക് വന്നാൽ നമുക്ക് VXI വേണ്ടി നമുക്ക് ടോപ്പ് എൻഡ് വേണ്ടി തൊട്ട് സിമിലറാണ്. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ബാക്കിൽ ഡിസൈൻ ഒരു വലിപ്പമുള്ള വലിയ സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആംഗിളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വൈപ്പറും വാഷറും ഡീഫോഗറും തന്നെ വരുന്നില്ല. നമുക്ക് എർട്ടിഗാണ് ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ, വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ടെയിൽ ലൈറ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ LED ആയിട്ടാണ്. സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റോസ് ലൈറ്റ്, ഹാലജനാണ്. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ലോക്ക് ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എക്സ്ട്രാ കീ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കീ കൊണ്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ VXI വേണ്ടിയുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു, LXI വേണ്ടിയുള്ള അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തേർഡ് റോ സീറ്റ് നമുക്ക് സിംപ്ലി ഫിറ്റ് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീല് ഇവിടെ അടിയിലായിട്ടാണുള്ളത്. സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റെക്കോ സെൻസർ കാര്യങ്ങൾ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് അത്യാവശ്യം ഫീച്ചേഴ്സിനകത്ത് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡ് നമുക്ക് ഓഫ് വൈറ്റ് കളർ കൊടുത്തിരുന്നു. മിറേഴ്സിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടില്ല. 4 പൗണ്ടർ കൺട്രോൾ ലോക്ക് അൺലോക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റൊന്നും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഒരു അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. 6 എയർ ബാഗ് ഉണ്ട്. അതിൻ്റെ ബാഡ്ജ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ഡെപ്പ് പെഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനും ഫുഡ് ഓപ്പൺ ചെയ്യാനും ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തെന്തായുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടനട്ടത്തിൽ ബേസ് വെൻ്റാണെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കൺട്രോൾസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല, മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നമുക്ക് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, കൺട്രോൾസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇടവശത്ത് വൈപ്പറുടെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഇൻസ്ട്രുമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LXI, VXI, ZXI ആൻഡ് ZXI പ്ലസ് സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ഇൻഫർമേഷൻസ്, അങ്ങനെ അത്യാവശ്യം വലിയ ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഹസലാൻഡിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമ്മളെല്ലാം ഒരു പ്ലാസ്റ്റിക് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ AC കൺട്രോൾസ് ആണ്. നമുക്ക് 12 വോട്ടിന് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്റ്റാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഈ കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. മാനുവൽ ഗിയറിൽ ഒരു കാണാം, പ്ലാസ്റ്റിക് ഫീനാണ്. സെൻറ്റർ ആംറെസ്റ്റൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടിയ സീറ്റുകളാണ്. 6 എയർ ബാഗ് ഉണ്ട്. അതിൻ്റെ ബാഡ്ജിങ് കാണാം. സ്പ്രിൻറ്റ് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിരുന്നു. കോ ഡ്രൈവർ സൈഡിൽ മിറർ ഇല്ല.
മാനുവലി കൺട്രോൾ ചെയ്യേണ്ട IRVMs ആണുള്ളത്. റീഡിംഗ് ലൈറ്റിൽ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സംബന്ധിച്ചത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോബോക്സിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സൈസിലുള്ള ഗ്ലോബോക്സ് ആണ്. പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്റീരിയർ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്നും നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണുള്ളത്. ഡോർ പാഡ്സ് എല്ലാം വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പവറിൻ്റെ കൺട്രോൾ മാത്രം കാണാം. നമുക്ക് സ്പീക്കർ ബില്ല് മാത്രമുള്ള സ്പീക്കേഴ്സ് വരുന്നില്ല. ബോട്ടിൽ ഓഡേഴ്സ് കാണാം. ബാക്കിലേക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ AC വെൻസൊന്നും അതിനകത്ത് വരുന്നില്ല. ഫ്രണ്ടിൽ 4 AC വെൻസ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കാണാം. സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീറും കാണാം. ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഹെഡ്റൂം നോക്കുവാണെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഹെഡ്റൂം ആണ്. എനിക്ക് തോന്നുന്നു 20 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. തേർഡ് റോളിൽ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. പക്ഷേ തേർഡ് റോളിലേക്ക് AC വെൻസോ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ശരിക്കും നമുക്ക് 2 സീറ്റർ ആയിട്ട് നമുക്ക് ഈ വാഹനം കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ലഗേജ് ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ സാധനങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് എർട്ടിഗ എടുക്കണമെങ്കിൽ നമുക്ക് VX വേണ്ടി തന്നെ എടുക്കാം. എർട്ടിഗ ബേസ് LXI വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ഉള്ളതായിട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. EBS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ റൈഡ് ആൻഡ് ടെസ്റ്റഡ് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് എന്താ പറയുക സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ എല്ലാ വേരിയൻറ്റിലും സ്മാർട്ട് ഹൈബ്രിഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫോർ ആൻഡ് മോർ ഇൻഫർമേഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ നമുക്ക് ബൈ.